കഴിഞ്ഞ 3 വീഡിയോസിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇപ്പം ഞാൻ അഗൈൻ കോയിൻ സ്വിച്ചിൻ്റെ വെബ്സൈറ്റിലാണുള്ളത്. സോ ഇതിലിപ്പം നമുക്ക് ഈ ചാർട്ട് കാണാൻ പറ്റും. ചാർട്ടിൽ എങ്ങനെ ട്രെൻഡ് ലൈൻ വരക്കണം, എങ്ങനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരക്കണം, എന്താണ് ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് വരെ നമുക്ക് മനസ്സിലായി. അതായത് ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ യൂഷ്വലി പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സ് എന്താ ചെയ്യുന്നത്? പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സ് ഈ ട്രേഡിന്റെ ബ്രേക്ക് ഔട്ടിൽ എൻ്റർ ചെയ്യും. ബൈ ചെയ്തിട്ട് ഇവർ മുകളിലേക്ക് പോകുന്ന എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ പ്രൈസ് എന്താ ഇവിടെ സംഭവിച്ചേക്കുന്നത്? പ്രൈസ് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇതിന്റെ മുകളിലുള്ള ബയേഴ്സിന്റെ ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ സെൽ ചെയ്യുന്നു. എന്നിട്ട് പ്രൈസ് ഇതേ താഴേക്ക് പോകുന്നു. അപ്പം ഇനി തൊട്ട് നിങ്ങളുടെ ജനറൽ അസംഷൻ എന്ന് പറയുന്നത് പ്രൈസ് ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ട് ലെവലോ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ജനറൽ അസംഷൻ എന്ന് പറയുന്നത് അത് അവിടുത്തെ ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്തിട്ട് പ്രൈസ് താഴേക്ക് പോകണം എന്നായിരിക്കണം. സോ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്ന് നമുക്കറിയാം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്യാൻ. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അത്യാവശ്യമായ ലിക്വിഡിറ്റി ഇവർ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്ത് അവർ എഞ്ചിനീയർ ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. സോ നമ്മൾ സ്ക്രാച്ച് തുടങ്ങുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ? രാജുവിനെ വെച്ചിട്ടല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്നത് ആൽഗരിതംസ് ആണ്. നൗ ഇനി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പ്രൈസ് ഡെലിവറീസ് ആണ്. അതായത് പ്രൈസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. പ്രൈസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഹൗ ദ പ്രൈസ് ഇസ് ഡെലിവേർഡ് ഫ്രം വൺ പോയിന്റ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. ഒരു പോയിന്റ് നിന്ന് അടുത്ത പോയിന്റിലേക്ക് എങ്ങനെയാണ് പ്രൈസ് ഡെലിവറി ചെയ്യുന്നത്? ഇവിടുന്ന് ഇവിടേക്ക്, എ ടു ബി, ബി ടു സി, സി ടു ഡി, ഇവിടേക്ക്, അങ്ങനെ ഓരോ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് എങ്ങനെയാണ് പ്രൈസ് ഡെലിവറി ചെയ്യുന്നത് എന്നാണ് പ്രൈസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ. സോ ആരാണ് ശരിക്കും പ്രൈസ് ഡെലിവറി ചെയ്യുന്നത്? നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ ഇവിടേക്ക് ഡെലിവറി ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. സോ പ്രൈസ് ഡെലിവറി ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഡെലിവറി ചെയ്യുന്നത് ആൽഗരിതംസ് ആണ്. സോ എസെൻഷ്യലി ഇപ്പം ഞാൻ ആൽഗരിതത്തിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ 2 രീതിയിലാണ് പ്രൈസ് ഡെലിവർ ആവുന്നത്. അതായത് 2 രീതിയിലാണ് പ്രൈസ് ഡെലിവർ ആവുന്നത് മാർക്കറ്റിൽ. ഒന്ന് എഫിഷ്യൻറ്റ് അഥവാ ബാലൻസ്ഡ് പ്രൈസ് ഡെലിവറി. പിന്നെയുള്ളത് ഇൻഎഫിഷ്യൻറ്റ് അഥവാ ഇംബാലൻസ് ഇൻ പ്രൈസ് ഡെലിവറി. എന്താണ് എഫിഷ്യൻറ്റ് പ്രൈസ് ഡെലിവറി, എന്താണ് ഇൻഎഫിഷ്യൻറ്റ് അഥവാ ഇംബാലൻസ് ഇൻ പ്രൈസ് ഡെലിവറി? ഇത് നമുക്ക് ചാർട്ടിൽ നമുക്ക് നോക്കാം. ഇത് രണ്ടിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, സോ എഫിഷ്യൻറ്റ് പ്രൈസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ കാൻഡിൽസ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് പയ്യെ ഗ്രാജുവൽ ആയിട്ട് മുകളിലോട്ട് പോകുന്നതാണ് എഫിഷ്യൻറ്റ് പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇൻഎഫിഷ്യൻറ്റ് അഥവാ ഇംബാലൻസ് ഇൻ പ്രൈസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ വലിയ കാൻഡിൽസ്, അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇങ്ങനെ വലിയ സ്ട്രോങ് മൂവ്, വലിയ ലാർജ് കാൻഡിൽസ് ക്രിയേറ്റ് ആയി. അതിന് പറയുന്ന പേരാണ് ഇംബാലൻസ് അഥവാ ഇൻഎഫിഷ്യൻറ്റ് പ്രൈസ് ഡെലിവറി. സോ ഈ ഒരു ഫുൾ മൂവ് എടുക്കുവാണെങ്കിൽ, ഈ ബോട്ടം തൊട്ട് ടോപ്പ് വരെ നമ്മൾ ഈ മൂവ് എടുക്കുവാണെങ്കിൽ ഇതിൽ ഇത്രയും ഭാഗം ഇൻഎഫിഷ്യൻറ്റ്, ഇംബാലൻസ് ആണ്. ഈ ഒരു ഭാഗം എഫിഷ്യൻ്റ് ആണ്. കാരണം ഇത് വളരെ ഗ്രാജുവൽ ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് പോയതുകൊണ്ട് ഇവിടെ എഫിഷ്യൻറ്റ് ട്രേഡിംഗ് നടന്നിട്ടുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഒറ്റയടിക്ക് ടക്ക് എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗം നമ്മൾ ഇൻഎഫിഷ്യൻ്റ് ഏരിയ അല്ലെങ്കിൽ ഇംബാലൻസ് ഏരിയ എന്നാണ് വിളിക്കുന്നത്. അതേപോലെ തന്നെ കൂടുതൽ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഇപ്പം ഈ ഒരു വലിയ മൂവ്മെൻറ്റ് ഇതൊരു ഇൻഎഫിഷ്യൻറ്റ് പ്രൈസ് ഡെലിവറി ആണ്. അതേപോലെ തന്നെ ഈ ഒരു വലിയ മൂവ്, താഴത്തേക്കുള്ള ഈ ഒരു വലിയൊരു മൂവ്, ഇതൊരു ഇൻഎഫിഷ്യൻസി ആണ്. ഈ മുകളിലോട്ടേക്കുള്ള വലിയൊരു മൂവ്, ഇതൊരു ഇൻഎഫിഷ്യൻറ്റ് പ്രൈസ് ഡെലിവറി ആണ്. അപ്പം ഈ ഒരു മൂവ് എടുക്കുവാണെങ്കിൽ ഇത് എഫിഷ്യൻറ്റ് പ്രൈസ് ഡെലിവറിയാണ്. കാരണം പ്രൈസ് ഗ്രാജുവലായിട്ട് ഓവർലാപ്പ് ചെയ്ത് പയ്യാണ് താഴേക്ക് പോയിരിക്കുന്നത്. ഇങ്ങനത്തെ മൂവിന് പറയുന്ന പേരാണ് എഫിഷ്യൻറ്റ് പ്രൈസ് ഡെലിവറി അഥവാ ബാലൻസ്ഡ് പ്രൈസ് ഡെലിവറി. സോ ഇതിൽ ഞാനിപ്പോൾ ഒരു ഇംബാലൻസ് കാൻഡിൽ മാത്രം എടുക്കാൻ പോകും. ഇംബാലൻസ് കാൻഡിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ട്രോങ് കാൻഡിൽ. സോ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഗ്രീൻ കാൻഡിൽ മാത്രം എടുക്കുവാണെങ്കിൽ ഇതൊരു ഇംബാലൻസ് കാൻഡിൽ ആയി. അതേപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ എനിക്ക് ഇംബാലൻസ് ക്യാൻഡിലായിട്ട് എടുക്കാൻ പറ്റുമോ? ഈ ഒരു ക്യാൻഡിൽ ഇംബാലൻസ് ക്യാൻഡിലായിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം അത് ഓവർലാപ്പ് ചെയ്ത ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. സോ ഇംബാലൻസ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് പോയൊരു ക്യാൻഡിലാണ്, സ്ട്രെങ്ത് ഉള്ളൊരു ക്യാൻഡിലാണ്, ഓവർലാപ്പ് ചെയ്യാത്തൊരു ക്യാൻഡിലാണ് ഇംബാലൻസ് ക്യാൻഡിൽ. നൗ ഇത് നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാം. എന്താണ് ശരിക്കും ഇൻഎഫിഷ്യൻസി, എന്താണ് ഇംബാലൻസ് ക്യാൻഡിൽ? അതായത് ഞാനിപ്പം 2 സിനാരിയോസ് ഞാൻ നിങ്ങൾക്ക് തരാം. സിനാരിയോ നമ്പർ 1 എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു ഇൻഎഫിഷ്യൻസി ക്യാൻഡിൽ ഫോം ആവുകയാണ്. എങ്ങനെയാണ് ഫോം ആവുന്നത്?
100 രൂപയിലാണ് ക്യാൻഡിൽ ഓപ്പൺ ആവുന്നത്. എന്നിട്ട് 100 രൂപയിൽ ക്യാൻഡിൽ ഓപ്പൺ ആയി, എന്നിട്ട് സ്പീഡിൽ വളരെ ഫാസ്റ്റായിട്ട് ടക്ക് എന്ന് പറഞ്ഞത് പ്രൈസ് മുകളിലോട്ട് പോയിട്ട് 120 രൂപയിൽ ആ ക്യാൻഡിലുകൾ ക്ലോസ് ചെയ്യും. ഇതാണ് നിങ്ങളുടെ സിനാരിയോ നമ്പർ 1. സിനാരിയോ നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ, അഗെയിൻ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം 100 രൂപയാണ്. പക്ഷേ ഇൻഎഫിഷ്യൻസിക്ക് പകരം ലെറ്റ്സ് സേ സിനാരിയോ നമ്പർ 2 എഫിഷ്യൻറ്റ് പ്രൈസ് ഡെലിവറിയാണ് നടക്കുന്നത്. അതായത് ക്യാൻഡിൽസ് ഇങ്ങനെ പയ്യെ ഗ്രാജുവൽ ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോവാം. ഇതും പോകുന്നത് 100 തൊട്ട് 120 ആയിരിക്കും. എഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പം അവിടെ വിക്സ് ഉണ്ടാവും. സോ വിക്ക് ഹിയർ, ഇവിടെ ഒരു വിക്ക് ഉണ്ടാവും. സോ ഡസൻറ്റ് മാറ്റർ. സോ ഇവിടെയും പ്രൈസ് പോകുന്നത് 100 രൂപ തൊട്ട് 120 രൂപ വരെ. 120 രൂപ വരെയാണ് ഇവിടെയും പോകുന്നത്. സോ ഇതാണ് സിനാരിയോ നമ്പർ 2. ഈ രണ്ട് സിനാരിയോ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് ഇൻഎഫിഷ്യൻറ്റ് പ്രൈസ് ഡെലിവറിയും ഇത് എഫിഷ്യൻറ്റ് പ്രൈസ് ഡെലിവറിയാണ്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് സിനാരിയോയിൽ ഏത് സിനാരിയോയിലാണ് 100ൻ്റെയും 120ൻ്റെയും ഇടയിൽ പ്രോപ്പറായിട്ട് ട്രേഡിംഗ് നടന്നത്? അതായത് ഇൻ വിച്ച് സിനാരിയോ വാസ് ട്രേഡിംഗ് ഡൺ പ്രോപ്പർലി ബിറ്റ്വീൻ 100 and 120? സോ ഇത് ഒറ്റ നോട്ടത്തിൽ എല്ലാവരും പറയാ, ഓക്കെ സിനാരിയോ നമ്പർ 2ലാണ് കൂടുതൽ ട്രേഡിംഗ് നടന്നത്. 100ൻ്റെയും 120ൻ്റെ ഇടയിൽ കൂടുതൽ ട്രേഡിംഗ് നടന്നത് സിനാരിയോ നമ്പർ 2ലാണ്. കാരണം പറയുമ്പോൾ മിക്ക ആൾക്കാരും പറയും അതിങ്ങനെ പയ്യെ ഇങ്ങനെ ഗ്രാജുവലായിട്ട് ഇങ്ങനെ പോകുന്നത്, കുറേ ട്രേഡിംഗ് നടന്നിട്ടുണ്ട്, അതൊക്കെ ഓക്കെ. സോ എൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് സിനാരിയോ നമ്പർ 1ൽ 100ൻ്റെയും 120ൻ്റെയും ഇടയിൽ ട്രേഡിംഗ് നടന്നിട്ടില്ല എന്നുള്ള കൺക്ലൂഷനിൽ നിങ്ങൾ എങ്ങനെയാണ് എത്തിയത്? സോ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്താണ് ഈ ഒരു ഇംബാലൻസ് ക്യാൻഡിൽ നടക്കുന്നത് എന്ന് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഫോർ എക്സാമ്പിൾ, സോ ഇനീഷ്യലി എവിടെയാണ് പ്രൈസ് ഉണ്ടായത്? പ്രൈസ് ഉണ്ടായത് 100 രൂപയിലാണ് അല്ലേ? പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് 100 രൂപയിലാണ്. സോ ലെറ്റ്സ് എസ്യൂം ഞാൻ LIC അല്ലെങ്കിൽ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് എസ്യൂം ചെയ്യാം. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് 100,000 ക്വാണ്ടിറ്റീസ് വാങ്ങണം, 100,000 ക്വാണ്ടിറ്റീസ് ബൈ ചെയ്യണം. ഞാൻ എന്ത് ഓർഡർ ഇടുന്നത്? ഞാൻ ലിമിറ്റ് ഓർഡർ അല്ല ഇടുന്നത്, ഞാൻ മാർക്കറ്റ് ബൈ ഓർഡറാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, LIC. സോ എനിക്ക് 100,000 ബൈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണം. സോ ഞാൻ ഈ 100 രൂപയിൽ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഈ കോയിൻ സ്വിച്ച് തുറന്നിട്ട് ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്യുക. 100,000 ഓർഡേഴ്സിൻ്റെ ഞാൻ ബൈ ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം എങ്ങനെയാണ് ക്യാൻഡിൽ മൂവ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഓൾറെഡി നമുക്കറിയാം എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് അല്ലെ? ബൈ മാർക്കറ്റ് ഓർഡേഴ്സ് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ എക്സിക്യൂട്ട് ആവുന്നത്? സെൽ ലിമിറ്റ് ഓർഡേഴ്സ് എവിടെയാണുള്ളത് അവിടെയാണ് എക്സിക്യൂട്ട് ആവാൻ പോകുന്നത്. അതായത് എനിക്ക് 100,000 ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണമെങ്കിൽ എൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്? ഐ നീഡ് എ സെല്ലർ ഹൂ ഇസ് റെഡി ടു സെൽ 100,000 ഷെയർസ്. അപ്പം ഇതിൽ 100 രൂപയിൽ ഞാൻ ബൈ ഓർഡർ പ്ലേസ് ചെയ്യുമ്പം എങ്ങനെയാണ് ക്യാൻഡിൽ മോൾട്ടേക്ക് പോകുന്നത്? ക്യാൻഡിൽ മോൾട്ടേക്ക് പൊക്കോണ്ടിരിക്കും അൺടിൽ ഇറ്റ് ഫൈൻസ് 100,000 സെല്ലേഴ്സ്. 100,000 സെല്ലേഴ്സ് കിട്ടുന്നത് വരെ ക്യാൻഡിൽ ഇങ്ങനെ മോൾട്ടേക്ക് പൊക്കോണ്ടിരിക്കും. ഇവിടെ 100,000 സെല്ലേഴ്സ് ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഒന്നും 100,000 സെല്ലേഴ്സ് ഇല്ല. എന്തോ ഒരു റീസൺ കാരണം ക്യാൻഡിൽ 120 രൂപയിൽ ക്ലോസ് ചെയ്തു. എന്താ റീസൺ? എന്തുകൊണ്ടായിരിക്കും ക്യാൻഡിൽ 120 ക്ലോസ് ചെയ്തത്? എന്തുകൊണ്ട് വേറെ എവിടെയും ക്ലോസ് ചെയ്തില്ല? അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ 100,000 സെല്ലേഴ്സ് ആകെ 120 മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 100,000 സെൽ ലിമിറ്റ് ഓർഡേഴ്സ് ആകെ അവൈലബിൾ ഉണ്ടായത് 120 രൂപയിൽ മാത്രമാണ്. ലെറ്റ്സ് സേ 100,000 സെല്ലേഴ്സ് 110 രൂപയിൽ അവൈലബിൾ ആയിരുന്നു എന്ന് അസ്യൂം ചെയ്യുക. ഇത് 110 ഈ 110 രൂപയിൽ 100,000 സെൽ ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 100 രൂപയിൽ ഞാൻ ഈ സെയിം ബൈ ഓർഡർ പ്ലേസ് ചെയ്താൽ എവിടെയാ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക? 110 120 110 ക്ലോസ് ചെയ്യുക. കാരണം ഓൾറെഡി സെൽ ലിമിറ്റ് ഓർഡേഴ്സ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഈ സിനാരിയോയിൽ എന്താ സംഭവിച്ചത്? 110 ക്ലോസ് ചെയ്തേക്കുന്നത്, ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത് 120 രൂപയിലാണ്. അതിൻ്റെ അർത്ഥം ക്യാൻഡിൽ ഇങ്ങനെ ഒറ്റയടിക്ക് ഒരു പോയിന്റിൽ ചെന്ന് സ്പീഡായിട്ട് പോയി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒരു പ്രൈസിൻ്റെ അകത്ത് ലിക്വിഡിറ്റി ഇല്ല, അല്ലെങ്കിൽ വളരെ മിനിമൽ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സെല്ലേഴ്സ് ലിക്വിഡിറ്റി ഇവിടെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ക്യാൻഡിൽ ഇവിടെ താഴെ എവിടെയെങ്കിലും ക്ലോസ് ചെയ്തേനെ അല്ലേ? സോ ലിക്വിഡിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ക്യാൻഡിൽ അങ്ങ് മുകളിലേക്ക് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം എസെൻഷ്യലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
ഇത് ഒരു ഏരിയ ഓഫ് ഇൻഎഫിഷ്യൻസിയാണ്. എന്തുകൊണ്ടാണ് ഇത് ഏരിയ ഓഫ് ഇൻഎഫിഷ്യൻസി എന്ന് വിളിക്കുന്നത്? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻറ്റ് ട്രേഡിംഗ് നടന്ന സ്ഥലം, ഇൻഎഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇൻഎഫിഷ്യൻറ്റ് ട്രേഡിംഗ് നടന്ന സ്ഥലം. സോ എന്താണ് ശരിക്കും ഈ എഫിഷ്യൻറ്റ് ട്രേഡിംഗ്? എഫിഷ്യൻറ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് 101-ൽ 1,00,000 ഓർഡേഴ്സ് വാങ്ങണമായിരുന്നു, 102-ൽ വാങ്ങണമായിരുന്നു, 103-ൽ വാങ്ങണമായിരുന്നു, 104-ൽ വാങ്ങണമായിരുന്നു, 105-ൽ വാങ്ങണമായിരുന്നു. എല്ലാ പ്രൈസ് പോയിന്റിലും എനിക്ക് 100,000 വെച്ച് വാങ്ങാൻ പറ്റുമായിരുന്നു. ഇവിടെ 100,000, ഇവിടെ 100,000, ഇവിടെ 100,000, ഇവിടെ 100,000 ടിൽ 120. എല്ലാ പ്രൈസ് പോയിന്റിലും എനിക്ക് 100,000 ക്വാണ്ടിറ്റീസ് വാങ്ങാൻ പറ്റുമായിരുന്നുവെങ്കിൽ അത് എഫിഷ്യൻറ്റ് ട്രേഡിംഗ് ആയനെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് അറിയുന്നൊരു കാര്യം എന്താ, 100,000 ഷെയർസ് എല്ലാ പോയിന്റിലും എല്ലാ പ്രൈസ് പോയിന്റിലും എനിക്ക് വാങ്ങാൻ പറ്റണമെങ്കിൽ എൻ്റെ റിക്വയർമെൻറ്റ് എന്താ, എല്ലാ പ്രൈസ് പോയിന്റിലും 100,000 സെൽ ലിമിറ്റ് ഓർഡേഴ്സ് എനിക്ക് വേണം അല്ലേ. സോ എനിക്ക് 101 രൂപയിൽ വാങ്ങണമെങ്കിൽ 101 രൂപയിൽ എനിക്ക് 100,000 സെൽ ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് 101 രൂപയിൽ വാങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ക്യാൻഡിൽ 101 രൂപ ഇവിടെ ക്ലോസ് ചെയ്തേനെ. പക്ഷേ ഈ ഒരു പോയിന്റിൽ 120 രൂപയിൽ ക്ലോസ് ചെയ്യേണ്ട അർത്ഥം എന്താ, എനിക്ക് എഫിഷ്യൻറ്റ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റിയില്ല. അതായത് 101, 102, 103, 104 ഈ പ്രൈസിലൊന്നും എനിക്ക് എഫിഷ്യൻ്റ്ലി ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ആകെ ട്രേഡ് ചെയ്യാൻ പറ്റിയത് 120 രൂപയിലാണ്. ഞാൻ എവിടെയാണ് പ്ലേസ് ചെയ്ത ഓർഡർ പ്ലേസ് ചെയ്ത് 100 രൂപയിലാണ്. പക്ഷേ ഓർഡർ എക്സിക്യൂട്ട് അയക്കുന്നത് 120 രൂപയിലാണ്. ഞാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ലെറ്റ്സ് സേ ഇത് നിങ്ങളാണെന്ന് വിചാരിക്കുക. ഇത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, LIC അല്ല, ഇത് നിങ്ങളാണ് ഈ ട്രേഡ് എടുക്കുന്നത് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. അതായത് നിങ്ങൾ പ്രൈസ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇങ്ങനെ നോക്കുമ്പോൾ ലെറ്റ്സ് സേ അത് 100 രൂപയിലാണെന്ന് വിചാരിക്കുക. 100 രൂപയിലുണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുക. ഒരു 1000 രൂപക്കോ 10,000 രൂപക്കോ ഇങ്ങനെ നിങ്ങളൊരു ട്രേഡ് പ്ലേസ് ചെയ്യുക. നിങ്ങൾ ഈ ട്രേഡ് ബൈ അടിക്കുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, നിങ്ങളുടെ എൻട്രി 100 രൂപയിൽ ആയിരിക്കും എൻട്രി എന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഡ്യൂ ടു ലാക്ക് ഓഫ് ലിക്വിഡിറ്റീൻ്റെ കുറവ് കാരണം ലെറ്റ്സ് സേ നിങ്ങളുടെ ഈ ബൈ ഓർഡർ എക്സിക്യൂട്ടഡ് ആയത് 120 രൂപയിലാണെന്ന് വിചാരിക്കുക. അതായത് 100 രൂപയിൽ എൻട്രി എടുത്തതിന് ശേഷം 100 രൂപയിൽ നമ്മൾ ബൈ ചെയ്തിട്ട് ഈ ഓർഡർ എക്സിക്യൂട്ട് ആയേക്കുന്നത് 120 രൂപയിലാണ്. അതായത് എൻറ്റർ ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ്ലി 20 രൂപ നഷ്ടമായി അല്ലേ. എന്തുകൊണ്ടാണ് നഷ്ടമായത്? നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് 100-ൽ എൻട്രി കിട്ടുന്ന, പക്ഷെ 100-ൽ എൻട്രി കിട്ടിയില്ല. കാരണം 100-ൽ സെല്ലേഴ്സ് ലിക്വിഡിറ്റി ഇല്ല, ഇവിടെ സെല്ലേഴ്സ് ലിക്വിഡിറ്റി ഇല്ല, ഇവിടെ ആകെ സെല്ലേഴ്സ് ലിക്വിഡിറ്റി ഉള്ളത് 120 രൂപയല്ല. അപ്പം നിങ്ങൾ 100-ൽ എൻട്രി കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ ബൈ അടിച്ചിട്ടും നിങ്ങൾക്ക് ബൈ ഓർഡർ എവിടെ എക്സിക്യൂട്ട് ആവുന്നത് 120 രൂപയല്ല. വിച്ച് മീൻസ് എൻട്രി എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് 20 രൂപ നഷ്ടമായി. സോ ഈ ഔട്ട്കം നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു ഔട്ട്കം ആണോ? അല്ല. നിങ്ങൾക്ക് ഈ ഔട്ട്കം ഇഷ്ടപ്പെടത്തില്ല. കാരണം 20 രൂപ ചുമ്മാ പോയി. ജസ്റ്റ് ഒന്ന് എൻട്രി ബൈ അടിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് 20 രൂപ മുകളിലാണ് നിങ്ങൾക്ക് എൻട്രി കിട്ടിയേക്കുന്നത്. സോ നിങ്ങളെ പോലത്തെ ഒരു റീറ്റെയിൽ ട്രേഡറിന് ഈ ഇവൻറ്റ് ഒരു നല്ല ഇവൻ്റ് നല്ലൊരു ഔട്ട്കം ആവില്ല എങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്? അത്രയും പൈസക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ 100 രൂപയിൽ ബൈ ചെയ്തിട്ട് 120 രൂപയിൽ എൻട്രി കിട്ടുവാണെങ്കിൽ അവർക്ക് ഈ സിനാരിയോ, അവർക്ക് ഈ സിറ്റുവേഷൻ ഇഷ്ടാവോ? ഒരിക്കലും ഇല്ല. ദാറ്റ് ഈസ് വൈ ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് യു ഓൾ ടു ദ റൂൾ നമ്പർ 2 ഓഫ് പ്രൈസ് ബിഹേവിയർ. റൂൾ നമ്പർ 2 ഓഫ് പ്രൈസ് ബിഹേവിയർ എന്താണെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ നമ്പർ 2 ഓഫ് പ്രൈസ് ബിഹേവിയർ സ്റ്റേറ്റ്സ് that the market always tends to fill the imbalance. Market always tends to fill the imbalance. ഇതാണ് റൂൾ നമ്പർ 2 ഓഫ് പ്രൈസ് ബിഹേവിയർ. റൂൾ നമ്പർ 1 ഓഫ് പ്രൈസ് ബിഹേവിയർ എന്താ? മാർക്കറ്റ് ഓൾവേസ് മൂവ്സ് ഇൻ സെർച്ച് ഓഫ് ലിക്വിഡിറ്റി. ഇത് റൂൾ നമ്പർ 2 ഓഫ് പ്രൈസ് ബിഹേവിയർ. മാർക്കറ്റ് ഓൾവേസ് ടെൻസ് ടു ഫിൽ ദ ഇംബാലൻസ്. അതായത് എന്താണ് ആ റൂള് പറയുന്നത്? റൂൾ പറയുന്നത് ഇംബാലൻസ് എവിടെയാണോ മാർക്കറ്റ് ആ ഇംബാലൻസ് ഫിൽ ചെയ്യാൻ ശ്രമിക്കും. സോ ഇതിലിപ്പം എന്താണ് ഇംബാലൻസ്? ഈ 100 തൊട്ട് 120 വരെയുള്ള മൂവ്മെൻറ്റിൽ ഈ ഒരു ഏരിയ ബിറ്റ്വീൻ 100 ആൻഡ് 120 ഈ ഒരു ഏരിയ ആണ് ഏരിയ ഓഫ് ഇൻഎഫിഷ്യൻസി. ഈ 100 തൊട്ട് 120 വരെയുള്ള ഈ ഒരു ഏരിയ ആണ് ഏരിയ ഓഫ് ഇൻഎഫിഷ്യൻസി അഥവാ ഏരിയ ഓഫ് ഇംബാലൻസ് എന്ന് പറയുന്നത്. സോ റൂൾ എന്താ പറയുന്നത്? റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് മാർക്കറ്റ് ഓൾവേസ് ടെൻസ് ടു ഫിൽ ദ ഇംബാലൻസ്. അതായത് 120 രൂപ എത്തിക്കഴിഞ്ഞാൽ ഒരു ഇംബാലൻസ് ഏരിയ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ടെൻസ് ടു ഫിൽ ദ ഇംബാലൻസ്. ഇതാണ് റൂള് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തിനാണ് മാർക്കറ്റ് തിരിച്ച് ഇംബാലൻസ് ഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്?
സി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇൻഎഫിഷ്യൻസി തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് എവിടെയെങ്കിലും ട്രേഡിംഗ് നടന്നു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റിറ്റ്യൂഷന് തീരെ താല്പര്യമില്ലാത്ത സാധനമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എല്ലാ പ്രൈസ് പോയിന്റ്സും ഐഡിയലി എഫിഷ്യൻ്റ്ലി ട്രേഡ് ചെയ്യണം. ഇതാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വേണ്ടത്. എല്ലാ പ്രൈസ് പോയിന്റ്സും എഫിഷ്യൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റണം. അപ്പം എഫിഷ്യൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസ് ആ ഏരിയ വീണ്ടും റീവിസിറ്റ് ചെയ്യും. എന്തിനാ റീവിസിറ്റ് ചെയ്യുന്നത്? സോ ദാറ്റ് ഈ റീവിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൈസ് പോയിന്റ്സ് ഒക്കെ എഫിഷ്യൻ്റ്ലി ട്രേഡ് ചെയ്യാൻ വേണ്ടി. സോ അതെങ്ങനെയാണ് നടക്കുന്നത്? സോ എങ്ങനെയാണ് പ്രൈസ് റീവിസിറ്റ് ചെയ്യുമ്പം ഈ 119, 18, 17 ഈ പ്രൈസ് പോയിന്റ്സ് ഒക്കെ എങ്ങനെയാണ് ഇവിടെ എഫിഷ്യൻ്റ്ലി ട്രേഡർ ആവുന്നത്? അതായത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സോ നമുക്കറിയാം പ്രൈസ് മുകളിലോട്ട് പോകണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യണം, പ്രൈസ് താഴത്തേക്ക് പോകണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൽ ചെയ്യണം. സോ പ്രൈസ് 120 രൂപയിലെത്തി, അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രൈസ് താഴത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ തന്നെ സെൽ ചെയ്യോ? ഇല്ല, കാരണം എനിക്ക് ബൈ ആണ് ചെയ്യേണ്ടത്. സോ ഞാനെന്താ ചെയ്യുക? ഞാൻ ബൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. ഞാൻ ബൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താ? ബൈയിങ് പ്രഷർ അവിടെ സ്റ്റോപ്പായി. ബൈയിങ് പ്രഷർ അവിടെ സ്റ്റോപ്പായി കഴിഞ്ഞാൽ ലെറ്റ്സ് സേ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫോർ എക്സാമ്പിൾ അഗൈൻ ജനറൽ എക്സാമ്പിൾ ആണ്, ലെറ്റ്സ് സേ ജെ പി മോർഗൻ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ജെ പി മോർഗൻ ഇത് കാണും. ജെ പി മോർഗൻ അവരുടെ ഓർഡർ ബുക്ക് നോക്കുമ്പം ഓക്കെ ബൈയിങ് പ്രഷർ ഇവിടെ തൽക്കാലത്തേക്ക് നിന്നിരിക്കുക, ഓക്കെ ഇനി ഞാൻ സെൽ ചെയ്യാൻ പോകുന്നുണ്ട്. ജെ പി മോർഗൻ സെൽ ചെയ്യാൻ തുടങ്ങും. സോ ജെ പി മോർഗൻ ഇവിടെ തൊട്ടതേ സെൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ജെ പി മോർഗൻ അഗ്രസീവ്ലി സെൽ ചെയ്യുമ്പോൾ എന്ത് പറ്റും? പ്രൈസ് താഴത്തേക്ക് പോകും. ഇപ്പോഴാണ് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്. നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് അറിയാം അഗ്രസീവ് സെൽ മാർക്കറ്റ് ഓർഡേഴ്സ് എന്തുകൊണ്ടാണ് പ്ലേസ് ആവുന്നത്, എങ്ങനെയാണ് എക്സിക്യൂട്ട് ആവുന്നത്? അഗ്രസീവ് സെൽ ഓർഡേഴ്സിന്റെ റിക്വയർമെന്റ് എന്താ? ബൈ ലിമിറ്റ് ഓർഡേഴ്സ് വേണം അല്ലേ? അത് അഗ്രസീവായിട്ട് ബൈ ഓർഡർ പ്ലേസ് ചെയ്യുമ്പം സെൽ ലിമിറ്റ് ഓർഡേഴ്സ് വേണം. അഗ്രസീവായിട്ട് സെൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ, സെൽ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ റിക്വയർമെന്റ് എന്താ? ബൈ ലിമിറ്റ് ഓർഡേഴ്സ് വേണം. സോ ജെ പി മോർഗൻ ഇവിടുന്ന് അഗ്രസീവ്ലി സെൽ ചെയ്യണമെങ്കിൽ ജെ പി മോർഗന്റെ റിക്വയർമെന്റ് എന്താ? ഈ എല്ലാ പ്രൈസ് പോയിന്റ്സിലും ബൈ ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ജെ പി മോർഗന് സെൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ ബൈ ലിമിറ്റ് ഓർഡേഴ്സ് ആരാ പ്ലേസ് ചെയ്യാൻ പോകുന്നത്? LIC. സോ എന്ത് സംഭവിക്കും? ജെ പി മോർഗൻ സെൽ ചെയ്യുമ്പം ജെ പി മോർഗന്റെ സെൽ ഓർഡേഴ്സ് എല്ലാം ബൈ ചെയ്യാൻ പോകുന്നത് LIC ആയിരിക്കും. അപ്പം എന്താ സംഭവിക്കുന്നത്? ഈ 100 തൊട്ട് 120 വരെയുള്ള പ്രൈസ് പോയിന്റിൽ ഈ ഒരു പെട്ടെന്നുള്ള മൂവ് കാരണം LICക്ക് ഇവിടെ ബൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പം പ്രൈസ് വീണ്ടും താഴത്തേക്ക് ചെല്ലുമ്പം ഈ സെൽ ഓർഡേഴ്സിനൊക്കെ ബൈ ലിമിറ്റ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് LIC ആയിരിക്കും. അപ്പം എന്താ പറ്റുന്നത്? ഈ 100 തൊട്ട് 120 വരെയുള്ള ഈ പ്രൈസ് പോയിന്റ് LIC എഫിഷ്യൻ്റ്ലി ട്രേഡ് ചെയ്തു. അവിടെയൊക്കെ ഇൻഡയറക്ട്ലി ബൈ ചെയ്തു. എങ്ങനെയാണ് ബൈ ചെയ്തത്? ജെ പി മോർഗന്റെ സെൽ ഓർഡേഴ്സിന്റെ അഗെയിൻസ്റ്റ് ആണ് LIC ബൈ ചെയ്തേക്കുന്നത്, റൈറ്റ്? സോ എസെൻഷ്യലി ഇൻഎഫിഷ്യൻസീസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ടെൻഡൻസി ഉണ്ട്, ഒരു ജനറൽ ടെൻഡൻസി ഉണ്ട് മാർക്കറ്റിൻ്റെ ഈ ഇൻഎഫിഷ്യൻസി ഫിൽ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ഞാൻ കുറേ ആൾക്കാരുടെ വേറൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എപ്പോഴും ബൈ ചെയ്യുന്നത് പ്രൈസ് മുകളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല. ഇതൊരു വളരെ തെറ്റായിട്ടുള്ളൊരു അസംഷനാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെ സ്പെക്യുലേറ്റേഴ്സ് ഉണ്ട്. സ്പെക്യുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്യുലേറ്റേഴ്സിനാണ് ബൈ ലോ സെൽ ഹൈ സിനാരിയോസ് അല്ലെങ്കിൽ സെൽ ഹൈ ബൈ ലോ സിനാരിയോസ് പ്ലേ ഔട്ട് ആവുന്നത്. ഇവർ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് സ്പെക്യുലേറ്റ് ചെയ്താണ് പ്രൈസ് ഉണ്ടാക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മാർക്കറ്റിൽ സ്പെക്യുലേറ്റേഴ്സ് മാത്രമാണോ ഉള്ളത്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെറും സ്പെക്യുലേറ്റേഴ്സ് മാത്രമാണോ? ഒരിക്കലല്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെ വളരെ വലിയൊരു ഒരു എമൗണ്ട് ഓഫ് കാറ്റഗറി ആൾക്കാർ ഹെഡ്ജിങ് മാത്രം ചെയ്യുന്ന ആൾക്കാരാണ്. സോ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ അഗ്രസീവ് ബൈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നതും അഗ്രസീവ് സെൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നതൊക്കെ ഹെഡ്ജിങ് പർപ്പസസിന് വേണ്ടി മാത്രമാണ്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഫ്യൂച്ചറിൽ ബൈ ചെയ്യുവാണെങ്കിൽ എന്താ ഫ്യൂച്ചർ ഓപ്ഷൻസ് എല്ലാം നമുക്ക് അടക്കാം. ഫ്യൂച്ചേഴ്സിൽ നമ്മൾ ബൈ ചെയ്യുവാണെങ്കിൽ, ഒരു ഫ്യൂച്ചർ കോൺട്രാക്ട് ബൈ ചെയ്യുവാണെങ്കിൽ, അഥവാ ഫ്യൂച്ചർ താഴത്തേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഒന്നിക്കിൽ ഞാൻ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും, അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ സെൽ ചെയ്യും. ഇങ്ങനെ നമ്മൾ ഹെഡ്ജിങ് ചെയ്യും. സോ ഹെഡ്ജിങ് പർപ്പസസിന് ഓർഡേഴ്സ്, അഗ്രസീവ് ബൈ ഓർഡേഴ്സ്, അഗ്രസീവ് സെൽ ഓർഡേഴ്സ് ഇടുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ആർബിട്രാജിങ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എന്താണ് ആർബിട്രാജിങ്? ആർബിട്രാജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം
ഇപ്പം ക്രിപ്റ്റോ മാർക്കറ്റിനെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് സെൻട്രൽ എക്സ്ചേഞ്ചസ് ആയിട്ടുള്ള ബൈനാൻസ് ഉണ്ട്, കോയിൻ ബേസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതാണ് രണ്ട് സെൻട്രൽ എക്സ്ചേഞ്ച് എടുത്തു കഴിഞ്ഞിട്ട് ലെറ്റ്സ് സേ ഒരു ബിറ്റ് കോയിൻ്റെ വില ബൈനാൻസിൽ 100 രൂപയാണ്, കോയിൻ ബേസിൽ 105 രൂപയാണെന്ന് എസ്യൂം ചെയ്യുക. സോ രണ്ട് എക്സ്ചേഞ്ചസിലും 5 രൂപയുടെ വ്യത്യാസമുണ്ട്. ഇങ്ങനൊരു വ്യത്യാസം എപ്പെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒബ്വിയസ് ആയിട്ട് ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനം എന്താ, ബൈനാൻസിൽ നിന്ന് ഒരു ബിറ്റ് കോയിൻ വാങ്ങിച്ചിട്ട് കോയിൻ ബേസിൽ അത് സെല് ചെയ്യാം. അപ്പം എനിക്ക് 5 രൂപ പ്രോഫിറ്റ് ആയില്ലേ. അപ്പം ഇതിനാണ് ആർബിട്രാജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓരോ എക്സ്ചേഞ്ചസിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന പ്രൈസ് ഡിഫറൻസ് ട്രേഡ് ചെയ്യുന്നതിനാണ് ആർബിട്രാജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ മാർക്കറ്റിലും ക്രിപ്റ്റോ മാർക്കറ്റിലും എല്ലാ മാർക്കറ്റിലും നടക്കും. ഡെറിവേറ്റീവ്സിലും ഇതേപോലെ ആർബിട്രാജിങ് നടക്കും. സോ ഇതുകൊണ്ടാണ് എല്ലാ എക്സ്ചേഞ്ചസിലും ബൈനാൻസിലും കോയിൻ ബേസിലൊക്കെ ഓൾമോസ്റ്റ് ഏത് എക്സ്ചേഞ്ച് ആണെങ്കിലും ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ബൈനാൻസിൽ 100 രൂപയാണെങ്കിൽ കോയിൻ ബേസിലും 100 രൂപ തന്നെയായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം. എപ്പെങ്കിലും ഇതൊന്ന് 101 രൂപയായി കഴിഞ്ഞാൽ അപ്പം തന്നെ ആൽഗരിതംസ് ഉണ്ട്. ഈ ആർബിട്രേജ് ചെയ്യുന്ന ആൽഗരിതംസ് എന്ത് ചെയ്യും, ഇവിടുന്ന് ബൈ ചെയ്യും, ഇവിടുന്ന് സെല് ചെയ്യും, ഇവിടുന്ന് വീണ്ടും ബൈ ചെയ്യും, സെല് ചെയ്യും, ചിലപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്യും, ഇവിടുന്ന് സെല് ചെയ്യും. ഡിഫറൻസ് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാ എക്സ്ചേഞ്ചസിനും റേറ്റ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ്. കാരണം ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ റേറ്റ് ഇങ്ങനെ ചുമ്മാ കുറച്ചൊന്ന് മുകളിലേക്ക് പോകുമ്പോൾ അപ്പം തന്നെ ആർബിട്രേജ് ചെയ്ത് വീണ്ടും ഈക്വലാക്കും, വീണ്ടും പൈസ ഇങ്ങനെ കുറച്ചൊന്ന് മുകളിലേക്ക് പോകുമ്പോൾ വീണ്ടും ആർബിട്രേജ് ചെയ്യും, ഈക്വലാക്കും. സോ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈയും സെല്ലും ചെയ്യുന്നത് പ്രൈസ് ശരിക്കും മുകളിലോട്ട് പോകാനും താഴേക്ക് പോകാനും വേണ്ടി മാത്രമാണെന്നുള്ള അസംഷൻ തെറ്റാണ്. അതൊരു ജനറലി എല്ലാവരും വെച്ചേക്കുന്ന ഒരു അസംഷനാണ്, പക്ഷെ അത് ടെക്നിക്കലി തെറ്റാണ്. സോ നമ്മളിപ്പോൾ എന്താ പഠിച്ചേക്കുന്നത്, മാർക്കറ്റ് ഒരു ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് പ്രൈസ് ഒരു ഇൻഎഫിഷ്യൻറ്റ് ക്യാൻഡിൽ, ഇതൊരു ഇൻഎഫിഷ്യൻസി ക്യാൻഡിൽ അല്ലേ, ഒരു ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഇൻഎഫിഷ്യൻസി ക്യാൻഡിലിൽ എഫിഷ്യൻറ്റ് ട്രേഡിംഗ് മര്യാദയ്ക്ക് നടന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഈ ഒരു പോയിന്റിൽ ഇവിടെ തൊട്ടത് ഈ ഇത്രയും പ്രൈസ് പോയിന്റിൽ എഫിഷ്യൻറ്റ് ട്രേഡിംഗ് മര്യാദയ്ക്ക് നടന്നിട്ടില്ല. അപ്പം റൂൾ നമ്പർ 2 ഓഫ് പ്രൈസ് ബിഹേവിയർ അനുസരിച്ച് നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ്, ഞാൻ ഈ ഏരിയ ഓഫ് ഇൻഎഫിഷ്യൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു, ഇൻഎഫിഷ്യൻസി ഇവിടെ വരെ ഫില്ലായി, അവിടെ വരെ എഫിഷ്യൻറ്റ് ട്രേഡിംഗ് നടന്നു. ഇപ്പം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇൻഎഫിഷ്യൻസി ഇവിടെ വരെ ഫില്ലായി, വീണ്ടും ഇപ്പോൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇൻഎഫിഷ്യൻസി വീണ്ടും ഇവിടെ വരെ ഫില്ലായി, ഇവിടെ വരെ ഫില്ലായി. ഫുൾ ഇൻഎഫിഷ്യൻസി ഫില്ലായി കഴിഞ്ഞു. സോ ഇപ്പം നോക്കുവാണെങ്കിൽ ഇവിടെ വേറൊരു ഇൻഎഫിഷ്യൻസി ഉണ്ട് അല്ലേ, ഇവിടെ വേറൊരു ഇൻഎഫിഷ്യൻസി ഉണ്ട്. അതൊരു ഓവർലാപ്പിംഗ് ഇല്ലാത്ത ക്യാൻഡിൽസ്, അതിനർത്ഥം ഇവിടെയും ട്രേഡിംഗ് നടന്നിട്ടില്ല ഡ്യൂ ടു ലാക്ക് ഓഫ് ലിക്വിഡിറ്റി. അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പം വീണ്ടും ഇങ്ങനെ ചാർട്ട് പ്ലേ ആണെങ്കിൽ വീണ്ടും ഇവിടെ വരെ എഫിഷ്യൻ്റ്ലി ട്രേഡായി. സോ ഞാൻ ഇവിടെ ഇത്രയും ഇൻഎഫിഷ്യൻസി ട്രേഡ് ചെയ്യാൻ വീണ്ടും ബാക്കിയുണ്ട്. സോ അതിൽ ഫെയർ വാല്യൂ ഗ്യാപ്സ്, വോളിയം ബാലൻസസ് ഒക്കെ ഉണ്ട്. സോ അതിലൊക്കെ നമുക്ക് കടക്കാം. സോ എസെൻഷ്യലി എവിടെയൊക്കെ പ്രൈസ് ഒരു ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ആക്കുന്നുണ്ടോ അവിടെയൊക്കെ പ്രൈസ് മോസ്റ്റ്ലി ആ ഏരിയാസ് വീണ്ടും ഫില്ല് ചെയ്യാൻ ശ്രമിക്കും. അതായത് സോ ഈ ഇൻഎഫിഷ്യൻസി ഇവിടെ ഫില്ലായി. സോ എസെൻഷ്യലി അഗൈൻ വീണ്ടും ഇവിടെ വലിയൊരു ഇൻഎഫിഷ്യൻസി ഇവിടെ ഉണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു, ഇതൊക്കെ ഇവിടെ ഫില്ലായി. സോ ഇത് ഒരു സെർട്ടനിറ്റി അല്ല. ബൈ ദ വേ എല്ലാ ഇൻഎഫിഷ്യൻസീസും ഫില്ലാവണമെന്ന് യാതൊരു അർത്ഥമില്ല. അതായത് ഇപ്പം ജസ്റ്റ് ഇവിടെ ഒരു ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ആയി, ഒബ്വിയസ്ലി എനിക്കിത് കണ്ടാൽ മനസ്സിലാവും ഇത് ഫില്ലായിട്ടുണ്ട് എന്ന്. പക്ഷേ ഇപ്പം നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ ഇത് കാണുവാണെങ്കിൽ ഇവിടെ ഒരു ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ആയെന്ന് വിചാരിക്കുക. ജസ്റ്റ് ബിക്കോസ് ഇവിടെ ഒരു ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ആയെന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇവിടെ ബൈ ചെയ്യാൻ പാടില്ല. അതായത് റൂൾ നമ്പർ 2 ഇൻഎഫിഷ്യൻസി ഫില്ല് ചെയ്യുന്നതാണ്. സോ ഇൻഎഫിഷ്യൻസി ആയ സ്ഥിതിക്ക് ഇവിടെ ബൈ ചെയ്യുന്ന വെച്ചാൽ അങ്ങനെയൊന്നും ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പാടില്ല. ഇതിൽ ഇൻഎഫിഷ്യൻസി ഫില്ലായി, പക്ഷേ നിങ്ങൾ റൂൾ നമ്പർ 2 മര്യാദയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുവാണെങ്കിൽ, സോ വെയിറ്റ് ഞാൻ ഈ എക്സാമ്പിൾ, സോ ഇതിലിപ്പം ഈ ഇൻഎഫിഷ്യൻസി ഫില്ലായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആ റൂള് ഒന്നുകൂടെ നോക്കുവാണെങ്കിൽ റൂൾ നമ്പർ 2 എന്താണ്, റൂൾ നമ്പർ 2 സ്റ്റേറ്റ്സ് ദാറ്റ് മാർക്കറ്റ് ഓൾവേസ് ടെൻഡ്സ് ടു ഫിൽ ദ imbalance. Market always tends to fill the imbalance. Market always fills the imbalance എന്നല്ല. സോ എല്ലാ ഇംബാലൻസസ് ഫിൽ ആവണമെന്നില്ല. സോ ഇംബാലൻസസ് എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയുള്ള സിസ്റ്റംസ് വെച്ച് നമ്മൾ കൺഫർമേഷൻ നോക്കിയിട്ടാണ് നമ്മൾ മാർക്കറ്റിനെ കൂടുതൽ അനലൈസ് ചെയ്യുന്നത്. സോ ഇന്നത്തേക്ക് ഇത്ര മാത്രമേ ഉള്ളൂ.
നമ്മൾക്ക് ഇപ്പം എങ്ങനെയാണ് പ്രൈസ് ഡെലിവർ ആവുന്നത്, എന്താണ് റൂൾ നമ്പർ 2 ഓഫ് പ്രൈസ് ഡെലിവറി, എന്താണ് മാർക്കറ്റിൽ ഇൻഎഫിഷ്യൻസീസ് എന്നൊക്കെ നമുക്കറിയാം. സോ എസെൻഷ്യലി ഈ ഒരു ഫുൾ ഏരിയ ഒരു ഇൻഎഫിഷ്യൻസി ആണ്. ഈ ഒരു ഇൻഎഫിഷ്യൻസി ടിൽ നൗ ഇവിടെ വരെ ഫില്ലായി കഴിഞ്ഞു. നമുക്കറിയാം ഇത്രയും ഏരിയ ഇനിയും ഫില്ലാവാൻ ബാക്കിയുണ്ടെന്ന് നമുക്കറിയാം. സോ ഇത്ര മാത്രമേ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. ഇനി ഈ ഇൻഎഫിഷ്യൻസി വെച്ച് എങ്ങനെ ഒരു ഏരിയയുടെ ഡിമാൻഡ് കണ്ടുപിടിക്കാം, എങ്ങനെ ഏരിയയുടെ സപ്ലൈ കണ്ടുപിടിക്കാം, ഡിമാൻഡിൽ എന്താ നടക്കുന്നത്, സപ്ലൈയിൽ എന്താ നടക്കുന്നത്, ഇതിൻ്റെ ആക്ച്വൽ റിയാലിറ്റി എന്താണ്, എങ്ങനെയാണ് സപ്ലൈ അബ്സോർപ്ഷൻ ഡിമാൻഡ് അബ്സോർപ്ഷൻ ഒക്കെ നടക്കുന്നതെന്നൊക്കെ നമുക്ക് കൂടുതൽ ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ പഠിക്കാം. ചിയേഴ്സ്.